പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വളരെ സമീപത്ത് ആരംഭിച്ച പരിപാടിയാണ് ഇലക്ഷൻ സ്റ്റണ്ട്. നിങ്ങൾക്കറിയാം, പൊതുജനം കഴുതയല്ല എന്ന പരിപാടിക്ക് ഒരു ഇടക്കാല വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ആരംഭിച്ച പരിപാടിയാണ് സ്റ്റണ്ട്, ഇലക്ഷൻ സ്റ്റണ്ട്. ഈ പൊതുജനം കഴുതയല്ല എന്ന് രാഷ്ട്രീയക്കാർക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇത് കേട്ടോ, തെരഞ്ഞെടുപ്പ് കാലം. അതെ, അപ്പൊ ആ പ്രോഗ്രാം നിർത്തിയെങ്കിലും അതിന്റെ പ്രസക്തി കൂടുതലാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാലും ആ പരിപാടിയുടെ പ്രസക്തി നിലനിൽക്കും. ആരാണ് കഴുത എന്ന് ജനം മനസ്സിലാക്കി കൊടുത്തു അല്ലേ? ഓക്കെ, എന്തായാലും ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? ഇനി വിജയകുമാർ, എറണാകുളത്ത് നിന്നൊരു വാർത്തയുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയ കൗതുകം കൂടിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്നവരിൽ ഒരാൾ, അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അദ്ദേഹമാണ് ദർബാർ ഹാൾ മൈതാനം ഉൾപ്പെടെ പച്ച പുതപ്പിച്ചുള്ള നവീകരണത്തിനൊക്കെ ചുക്കാൻ പിടിച്ചത്. അദ്ദേഹം ബീഹാറിൽ നിന്ന് വന്ന് നല്ല ഒന്നാന്തരം മലയാളത്തിൽ സംസാരിച്ച് സാംസ്കാരിക സദസ്സുകളിൽ നിറഞ്ഞു നിന്നയാളാണ്. അദ്ദേഹത്തെ പറ്റി ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ എന്നായിരുന്നു നമ്മൾ കുറെ കാലമായിട്ട് പറയുന്നത്. എങ്ങനെയാ പറയുന്നത്? നമ്മൾ ജ്ഞാനേഷ് കുമാർ എന്നാണ് നമ്മൾ അങ്ങ് പറഞ്ഞ് ശീലിച്ചത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല പറയുന്നത്. ജ്ഞാനേഷ് കുമാർ, അദ്ദേഹം അത്യാവശ്യം ജ്ഞാനമുള്ളവനാണ്. അപ്പോൾ അദ്ദേഹം അതൊരു ജ്ഞാനേഷ് കുമാർ എന്ന് നമ്മൾ പറയുകയും, എന്നാൽ ഞാൻ ജ്ഞാനേഷ് കുമാർ അല്ല, ഞാൻ ജ്ഞാനേഷ് കുമാർ ആണ് എന്ന് മലയാളത്തിൽ പറയുകയും ചെയ്ത ഒരാൾ. അദ്ദേഹം 10ാം ക്ലാസ് മുതൽ സ്ഥിരം 1ാം റാങ്കുകാരനായിരുന്നു. കേരള കേഡർ ഉദ്യോഗസ്ഥനായിരുന്ന ആ ജ്ഞാനേഷ് കുമാറാണ് തെരഞ്ഞെടുപ്പ് നയിക്കാൻ ഇറങ്ങുന്നവരിൽ ഒരാൾ. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇലക്ഷൻ കമ്മീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അംഗം പറയാൻ പറ്റില്ല അല്ലേ, സംഘത്തിൽ ഒരാൾ അദ്ദേഹമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു നല്ല വാർത്തയോട്, പ്രത്യേകിച്ച് നമുക്ക് വളരെ അടുത്തറിയാവുന്ന, നമ്മൾ എത്രയോ കാലമായി നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്ത് വരുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ ഒരു സന്തോഷ വാർത്തയോടെ നമ്മൾ ആരംഭിക്കുന്നു ഇന്നത്തെ ഇലക്ഷൻ സ്റ്റണ്ട്. ആയിരുന്നമല സ്റ്റണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഈ കമ്പക്കെട്ട് ബോംബ് പോലെ ഒറ്റയടിക്ക് അങ്ങനെ പൊട്ടത്തില്ല. തിരയിട്ട വഴി നീളെ എരിഞ്ഞായിരിക്കും അത് പെട്ടെന്ന് കയറി പൊട്ടുന്നത്. തീ കൊടുത്താൽ പിന്നെ കെടുത്താനും വലിയ പാടാണ്. അങ്ങനെ എരിഞ്ഞു കത്തുന്ന സമ്പത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കമ്പക്കെട്ട്. ശ്രീനിവാസൻ സന്ദേശം എന്ന സിനിമ എഴുതിയതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടതിന് ഒരു കയ്യും കണക്കുമില്ല. പക്ഷേ ആ സിനിമയുടെ പ്രസക്തി ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഏതാണ്ട് 33 പതിറ്റാണ്ട് കഴിഞ്ഞ് 33 വർഷമായി ആ സിനിമ. അത് നൽകുന്ന സന്ദേശം കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പോൾ ആ സന്ദേശം സിനിമയിലേതുപോലെ ഒരേ വീട്ടിൽ 2 രാഷ്ട്രീയക്കാർ വരുന്നതിന്റെ അക്കഥ ആവർത്തിക്കുകയാണ് ഇങ്ങ് തൃശ്ശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ. കോൺഗ്രസിൽ അടിയുറച്ചു നിൽക്കുന്ന ആങ്ങളയ്ക്കും BJP-യിലേക്ക് ചേക്കേറിയ പെങ്ങൾക്കും തുല്യ അവകാശമാണ് ആ വീട്ടിൽ. 1956 മുതൽ കോൺഗ്രസിന് തന്ത്രങ്ങൾ മെനയുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു തൃശ്ശൂരിലെ മുരളി മന്ദിരം. കെ കരുണാകരന്റെ വേർപാടിന് ശേഷം ഇവിടെ ആളുകളില്ലാതായി, തിരക്കൊഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ വീണ്ടും അവിടെ ആളും മാരവും വന്നപ്പോൾ വിരുദ്ധ പാർട്ടിക്ക് ഉള്ളിലുള്ളവരാണ്, അതായത് 2 കക്ഷിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കഴിയുകയാണ് മുരളി മന്ദിരത്തിൽ. സന്ദേശം അവിടെ ആവർത്തിക്കപ്പെടുന്നു. അതെ, നമുക്ക് റിപ്പോർട്ടൊന്ന് കാണാം. അതെ, തൃശ്ശൂർ പൂങ്കുന്നത്തെ ഇക്കാണുന്ന മുരളി മന്ദിരത്തിന്റെ ഗേറ്റ് പതിവ് പോലെ തന്നെ തുറന്നിട്ടിരിക്കുകയാണ്. എന്നും ഈ വാതിലുകൾ കടന്നെത്തുന്ന ചർച്ചകൾ ഒരാശയധാരയിൽ ഊന്നിയുള്ളതായിരുന്നു. ലീഡർ കെ കരുണാകരന്റെ ലെഗസി പേറേണ്ടവർ 2 ആശയധാരയിലെത്തിയതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് മുരളി മന്ദിരവും കടന്നുപോകുന്നത്. കണ്ണൂർ സ്വദേശിയായ കെ കരുണാകരൻ 1956-ലാണ് പൂങ്കുന്നത്തെ മുരളി മന്ദിരം വാങ്ങുന്നത്. മണ്ണുത്തിക്കടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കെ കരുണാകരനു വേണ്ടി മുരളി മന്ദിരം കണ്ടുപിടിച്ചത് സന്തത സഹചാരിയായ ബാലനായിരുന്നു. വാങ്ങുമ്പോൾ അതൊരു ചെറിയ വീടായിരുന്നു. 3 തവണ പുതുക്കിയാണ് ഇപ്പോഴത്തെ രൂപത്തിലെത്തിയത്. 1954-ലാണ് കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും വിവാഹം. മകൻ മുരളിയുടെ പേര് തന്നെ വീടിനുമിട്ടു. പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ പല നിർണായക തീരുമാനവും വന്നത് ഈ വീട്ടിൽ നിന്നാണ്. എൻ്റെ
ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു രംഗം, വളരെ ദുഃഖകരമായ ഒരു രംഗമാണ്. എന്നും ചിരിച്ചും സജീവമായി കമൻറ്റുകളടിക്കും പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിൽ കല്യാണിക്കുട്ടിയമ്മ മരിച്ച സാഹചര്യത്തിൽ ശോകമൂകനായി നിറഞ്ഞ കണ്ണുകളോടെ ആകെ ദുഃഖപരവശനായി ഇരിക്കുന്ന ദയനീയമായ രംഗമാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോഴും നേതാക്കൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് മുരളി മന്ദിരത്തിലാണ്. കരുണാകരനെയും ഭാര്യ കല്യാണിക്കുട്ടിയമ്മയെയും സംസ്കരിച്ചതും ഇവിടെ തന്നെ. കരുണാകരനെത്തിയാൽ എല്ലാ മുറികളിലും കോൺഗ്രസുകാർ നിറയുമായിരുന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 2 തവണ മന്ത്രിസഭായോഗവും ഈ വീട്ടിൽ ചേർന്നിട്ടുണ്ട്. കരുണാകരന്റെ കാലശേഷം മുരളിയുടെയും പത്മജയുടെയും കൂടിക്കാഴ്ചകളുടെ വേദിയായി ഈ വീട്. കരുണാകരൻ മകൻ മുരളിക്കും മകൾ പത്മജയ്ക്കുമായി നൽകിയ പൂങ്കുന്നത്തെ മുരളി മന്ദിരം ഇപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിലുള്ളവരുടെ പൊതു ഇടമാണ്. പത്മജ BJPയിൽ ചേർന്ന ശേഷം മുരളി മന്ദിരത്തിൽ എത്തിയതോടെ ഇവിടെ BJPക്കാരും വരാൻ തുടങ്ങി. ഈ തെരഞ്ഞെടുപ്പു കാലത്തും മുരളി മന്ദിരം വീണ്ടും സജീവമാവുകയാണ്. കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞ ഇടം ഇന്ന് BJPയുടെ കൂടി നീക്കങ്ങൾക്കുള്ള ഇടമാകുന്നു. അപ്പോഴും മുരളി മന്ദിരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ചാണക്യൻ ഈ മണ്ണിൽ ഉറങ്ങുന്നു. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. വിജയകുമാർ, ഞാൻ കരുതി മുരളി മന്ദിരത്തിൽ ഒരു സ്റ്റണ്ട് നടക്കുമെന്ന്. കാരണം മുരളീധരൻ അറിഞ്ഞോ അറിയാതെ ഒരു പ്രസ്താവന നടത്തി കളഞ്ഞു പത്മജയുടെ കയറ്റത്തിൽ. ഈ സംഘികളെ അവിടെ കയറി നിരങ്ങാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 പേരുണ്ടായിരുന്നു. അല്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പത്മജ വന്നു. അവിടെ ആ സമയത്ത് അവിടുത്തെ BJPയുടെ ജില്ലാ നേതാക്കളെല്ലാം പത്മജയുടെ കൂടെ ആ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ മുരളീധരൻ ഉദ്ദേശിച്ച് സംഘികൾ അക്കൂട്ടത്തിൽ ഉണ്ടാവില്ലെന്ന് കരുതാം അല്ലേ? എന്നാലേ അതായിരിക്കാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത് മാത്രമല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരിയല്ലേ, സഹോദരിയുടെ കൂടെ വന്ന ആളുകളെയും അതിഥികളായി പരിഗണിക്കണം എന്ന് കരുതി കെ മുരളീധരൻ വേണ്ട, സംസാരിക്കേണ്ട എന്ന് തീരുമാനിച്ചതായിരിക്കും. അപ്പോൾ എന്തായാലും മുരളി മന്ദിരത്തിൽ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റണ്ടൊന്നും നടന്നില്ല. അത്രയും ഭാഗ്യം, അത്രയും നന്നായി. സമാധാനത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോയാലോ? ഈ 2 വാക്ക്, അത് ഒന്ന് ഒന്ന് പരിചയം, രണ്ടും വേണം നമുക്ക്. രണ്ടും വേണം. അപ്പൊ ഈ പരിചയവും നമ്മൾ പറയുമ്പം ഒരുപോലെ ഇരിക്കുമെങ്കിലും പക്ഷെ വലിയ വ്യത്യാസമുണ്ട്. പരിചയവും അപ്പൊ നമ്മൾ ഈ പരിചയവും ശരിക്കും ശത്രുപക്ഷത്തുള്ള 2 സംഭവങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇത് രണ്ടും തെരഞ്ഞെടുപ്പ് അടുത്താൽ തൊട്ടടുത്ത വീട്ടിലെ മറ്റേ പാർട്ടിയിലുള്ളയാൾ അടുക്കരുത് എന്ന മട്ടിൽ ഒരു പരിചയ പിടിച്ച് കണ്ട ഭാവം നടിക്കാതെ ആയിരിക്കും നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പോ ഒരു പരിചയവും ഇല്ലാത്ത ദൂരനാട്ടിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥിയാവട്ടെ ഒന്നിച്ചുണ്ടുറങ്ങിയവരെ പോലെ വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അതെ, ഇലക്ഷൻ കാലത്ത് മാത്രം കാണുന്ന കാഴ്ചകളാണിത്. ഇത് പരിചയവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ കടക്കുന്നത് ഇനി മണ്ഡല പരിചയം എന്ന് പറയുന്നത് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ്. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാളയാർ ചുരം കടന്നു വരുന്ന കാറ്റ് എങ്ങോട്ടും പോകും എന്നും ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും. കിഴക്ക് നിന്ന് അടിക്കുന്ന കാറ്റ് നേരെ പടിഞ്ഞാറോട്ട് പോയി അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ ചുരം കടന്നു വരുന്ന രാഷ്ട്രീയം തെക്ക് പാറശാല വരെയും വടക്ക് മഞ്ചേശ്വരം വരെയും ചുറ്റിത്തിരിയുന്നതാണ് നമ്മുടെ നാട്ടിലെ പതിവ്. ആ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് AK ഗോപാലനും EK നായനാരുമൊക്കെ പാലക്കാട്ട് നിലയുറപ്പിച്ച് കേരള രാഷ്ട്രീയം ഉഴുത് മറിച്ചു കളഞ്ഞത്. കരിമ്പനകളുടെ നാട് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? AKG 1971 മത്സരിച്ച് ജയിച്ച് അരനൂറ്റാണ്ട് കഴിഞ്ഞാണ് മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗം പാലക്കാട്ട് മത്സരിക്കാൻ എത്തുന്നത്. തുടർ വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് മത്സരം കടുപ്പിക്കുകയാണ് BJP. പാലക്കാട്ടെ കാഴ്ചകളിൽ അവിടെ കുറച്ച് കടുക്കും. പാലക്കാട് ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാൽഘാട്ട് ജംഗ്ഷൻ നമ്മുടെ സങ്കല്പത്തിലുള്ള കേരളം കാണുന്നത് പാലക്കാട്. ആകെ 17 തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട് ഈ മണ്ഡലം. അതിൽ 11 തവണയും ജയിച്ചത് LDF ആണ്, 6 തവണ UDF-ഉം. പക്ഷെ കഴിഞ്ഞ തവണ ശരിക്കും ഞെട്ടിച്ചു. MP രാജേഷ് പരാജയപ്പെടുമെന്ന് പാർട്ടിക്കാർ പോലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഒരു പാട്ടൊക്കെ ഇറക്കിയത്. പക്ഷേ തോറ്റു.
അങ്ങനെ VK ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ MP ആയി. അതുകൊണ്ട് MP രാജേഷ് മന്ത്രിയുമായി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്തും LDF ആണ്, 2ഇടത്ത് മാത്രമാണ് UDF സാന്നിധ്യമുള്ളത്. പട്ടാമ്പിയും ഷൊർണൂരും ഒറ്റപ്പാലവും കോങ്ങാടും മലമ്പുഴയുമെല്ലാം LDFന്റെ കുത്തക മണ്ഡലങ്ങളാണ്. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDFന് ആശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ 2 മണ്ഡലങ്ങളിലെ വോട്ടുകൊണ്ടാണ് മറ്റു മണ്ഡലങ്ങളിലെ LDF ആധിപത്യത്തെ VK ശ്രീകണ്ഠൻ മറികടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് LDF 3ാമതുമായിരുന്നു. നല്ല ഇടതുപക്ഷ സ്വാധീനമുള്ളൊരു പാർലമെൻറ്റ് നിയോജകമണ്ഡലമാണ്. എല്ലാ അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് ചെറിയ കുടുംബ സദസ്സുകളിലേക്കുള്ള വീട്ടുമുറ്റ സദസ്സുകളിലേക്കുള്ള സന്ദർശന പരിപാടി. നിയമസഭാ മണ്ഡലങ്ങളിലെ LDF മുൻതൂക്കങ്ങളിലൊന്നും UDFന് ആശങ്കയില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ദേശീയതലത്തിൽ കോൺഗ്രസിനാണ് കൂടുതൽ സാധ്യതയെന്ന തിരിച്ചറിവ് ജനത്തിനുണ്ടെന്നും സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ. പോയ 5 വർഷത്തെ പ്രവർത്തന മികവും തുണയാകും. ഇപ്പോഴത്തെ സാഹചര്യം എന്താ അറിയോ, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 7 അസംബ്ലിയിലും UDF മുന്നിൽ നിൽക്കുന്നുള്ളൊരു സാഹചര്യം അപ്പം നിലവിലുള്ളത്. അത് ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ജനങ്ങളുടെ മുകളിൽ ദുരിതം കെട്ടിവെച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ വോട്ടെണ്ണത്തിൽ നന്നേ പുറകിലാണ് BJP. പക്ഷേ ഇത്തവണ സാഹചര്യം മാറുമെന്നാണ് ആത്മവിശ്വാസം. പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണത്തിനായി എത്തുന്ന മണ്ഡലവുമാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടേത്. കാരണം മോദി സർക്കാരിൻ്റെ പദ്ധതികൾ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ലഭിച്ചതിൻ്റെ അനുകൂലമായിട്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് ആരാണ് അവർക്ക് ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും നൽകുന്നതെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങോട്ട് പറയുന്ന ഇതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കർഷക പ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും ചർച്ചയായ മണ്ഡലത്തിൽ കാറ്റ് ഏതു വഴിക്കും വീശാം എന്നതാണ് സ്ഥിതി. ഒരു ത്രികോണ പോരാട്ടമാണ് പാലക്കാടെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ BJP പിടിക്കുന്ന ഓരോ വോട്ടും ആരുടെ പെട്ടിയിൽ എന്നത് നിർണായകമാകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കട്ടെ. അടുത്ത ലാപ്പിൽ കാണാം. വിജയകുമാർ, നമുക്കൊരു ഉപദേശം വന്നിരിക്കുന്നു. അത് എനിക്കാണോ വിജയകുമാറിനാണോ എന്ന് നമുക്കൊരു പരിശോധന നടത്തിയില്ലേ പറയാൻ പറ്റൂ. അലക്സ് ജോർജ് പറയുന്നു, പിള്ളച്ച വല്ലപ്പോഴും ഈ കോട്ടൊന്ന് കഴുകണം. അത് ആരുടെ കോട്ടിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ കോട്ടൊക്കെ വിജയകുമാറിന്റെ കോട്ടും മുട്ടും മോശമല്ലേ? നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ വേരുണ്ടാകും. വേരുകൾ തേടി ഇറങ്ങുകയാണ് നമ്മൾ. വേരുകൾ തേടുമ്പോൾ നിങ്ങൾക്കറിയാം, ചില കാര്യങ്ങളൊക്കെ കുഴിച്ചു മാന്തി വരുമ്പോൾ ചില അപ്രതീക്ഷിതമായ സാധനങ്ങൾ പുറത്തു വരും. അനുഭവം തന്നെയാണ് മഹാഗുരു എന്ന് നമ്മളെപ്പോഴും പറയാറില്ലേ. മുമ്പേ പോയവർക്ക് നേരിട്ട അനുഭവങ്ങളാണ് പിന്നാലെ വരുന്ന ആൾക്കാരുടെ യഥാർത്ഥ ഗുരു. അതാകണം ഗുരു. ഇനി രാഷ്ട്രീയ കേരളത്തിലെ ചതിയുടെയും വൻ വീഴ്ചകളുടെയും വേരുകൾ തേടിയുള്ളൊരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വേരുകൾ തേടി, അല്ലെങ്കിൽ വേരുകളിലേക്ക്. നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അട്ടിമറിയുടെയോ ഒരു ചതിയുടെയോ എന്നൊക്കെ പറയാവുന്ന ഒരു കഥയാണ്. അതിങ്ങനെ തുടങ്ങുന്നു. MP വരെയായ ഒരാൾ പാർട്ടിയിലെ സർവ്വസ്ഥാനങ്ങളും രാജിവെക്കുക, പൂർവാശ്രമത്തിലെ ജോലിയായ അധ്യാപനത്തിലേക്ക് അദ്ദേഹം മടങ്ങുക. രാഷ്ട്രീയ വനവാസം അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ച ആളാണ് മുൻ കേന്ദ്രമന്ത്രി KV തോമസ്. അത് കൊച്ചി കായലിൽ ഒരു പായ്ക്കപ്പൽ നങ്കൂരമിട്ടതിന്റെ പേരിലായിരുന്നു. കോടതികളിൽ തെളിയിക്കപ്പെടാൻ കഴിയാതെ പോയ ഒരു കേസായിരുന്നു കൊച്ചിയിലെ പഴയ ഫ്രഞ്ച് ചാര കപ്പൽ കേസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ സ്വന്തം രാഷ്ട്രീയ കക്ഷിയിലെ ചിലർ കുടുക്കിയതാണെന്നാണ് പ്രൊഫസർ KV തോമസ് അന്നും ഇന്നും പറയുന്നത്. ഫ്രഞ്ച് ചാരക്കപ്പലിന്റെ വേരുകൾ നമ്മൾ തേടുന്നു. വേരുകൾ തേടി. 1995 ഡിസംബർ 28 കൊച്ചിക്കായലിലൂടെ നിരവധി പായ്ക്കപ്പലുകൾ തലങ്ങും വിലങ്ങും പോകുന്നു. ചിലത് നങ്കൂരത്തിൽ. അതിലൊന്ന് ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഗലാത്തി എന്ന പായ്ക്കപ്പൽ. ഇത് മഡഗാസ്കറിൽ രജിസ്റ്റർ ചെയ്ത ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. ഗോവയിൽ ഫേൺസ് ഇന്റർനാഷണൽ എന്ന കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്ന ക്യാപ്റ്റൻ SM ഫുർട്ടാഡോ ഇന്ത്യയിലെ കോൺടാക്ട് പോയിന്റ്. സാമ്പത്തിക പിന്തുണ നൽകുന്നത് പാരീസ് ആസ്ഥാനമായ ഗോൾഡൻ ഒക്ടോപ്പസ്. ഉച്ചയോടെ കോസ്റ്റ് ഗാർഡിന്റെ തരങ്കിണി എന്ന കപ്പൽ ഗലാത്തിയെ വളഞ്ഞു. കോസ്റ്റ് ഗാർഡ് പിടികൂടുമ്പോൾ പായ്ക്കപ്പലിൽ 2 മാഗ്നോമീറ്ററുകൾ, അടിക്കടൽ സർവേക്കുള്ള സോണാർ സ്കാനർ, സമുദ്രോൽപ്പന്നങ്ങളുടെ പഠനമാണ് നടക്കുന്നതെന്ന് കപ്പൽ ജീവനക്കാർ. അനുമതിയില്ലാതെയാണ് സർവേ എന്ന് കോസ്റ്റ് ഗാർഡ് പോലീസിനെ അറിയിച്ചു. കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു. ആ കേസിൽ ഫ്രഞ്ചുകാരായ ഫ്രാങ്കോ ക്ലാവൽ, എലേല ഫിലിപ്പ്, ഗോവക്കാരനായ ക്യാപ്റ്റൻ SM ഫുർട്ടാഡോ എന്നിവർ മാത്രമായിരുന്നില്ല പ്രതികൾ. കോടതിയിൽ കുറ്റപത്രമെത്തി.
4ാം പ്രതി അയാളുടെ പേര് കണ്ട് കൊച്ചിക്കാരും കേരളവും ഞെട്ടി. കോൺഗ്രസ് നേതാവും MP-യുമായിരുന്ന KV തോമസ്. സർവേ നടക്കും മുൻപ് KV തോമസിനെ പ്രതികൾ കണ്ടു എന്ന് കുറ്റപത്രം. KV തോമസ് ഫ്രഞ്ച് ചാരന്മാരുടെ ലോക്കൽ ഗാർഡിയനാണെന്ന് കോൺഗ്രസിലെ മറ്റ് ഗ്രൂപ്പുകാർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപിച്ചു. കൊച്ചിയിലെ സമുദ്രോൽപ്പന്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചതു മാത്രമാണ് ചെയ്ത കുറ്റം എന്ന് KV തോമസ്. കുമ്പളങ്ങിയിലെ മീനുകളുടെ ഇഷ്ടത്തോഴൻ എന്ന നിലയിൽ മീനുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയാണ് അവർ വന്നതെന്നും MP. പൊതുവേദികളിലും വാർത്താസമ്മേളനങ്ങളിലും ഇത് ആവർത്തിച്ചെങ്കിലും കോൺഗ്രസുകാർ തന്നെ മറുപ്രസ്താവനകളുമായി വന്നു. അതോടെ കുറ്റപത്രം ഊരാക്കുടുക്കായി. പിന്നാലെ 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എങ്ങനെ പോയാലും 1,00,000 വോട്ടിന് കോൺഗ്രസ് ജയിക്കേണ്ട മണ്ഡലത്തിൽ KV തോമസ് LDF സ്വതന്ത്രൻ സേവ്യർ അറക്കലിനോട് തോറ്റു. 30,000 വോട്ടിനാണ്. അതോടെ KV തോമസ് കോൺഗ്രസിലെ എല്ലാ തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളും രാജിവെച്ചു. തേവര SH കോളേജിലെ അധ്യാപനത്തിലേക്ക് മടങ്ങി. ഇതിനിടെ 1998 ഒരു കോടതി വിധി വന്നു. KV തോമസിനെതിരായ കേസ് ദുരുപദിഷ്ടം എന്നായിരുന്നു അത്. KV തോമസ് കുറ്റമുക്തനായി. ആ വിധി തിരുത്താൻ ആരും അപ്പീലുകൾ നൽകിയതുമില്ല. പക്ഷെ അതൊന്നും പ്രതിപക്ഷത്തെ പാർട്ടിക്കാരായിട്ടുണ്ട്, നമ്മുടെ തന്നെ ആളുകളാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് അന്വേഷിക്കണം. അന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് AK ആന്റണിയാണ്. AK ആന്റണി ഞാൻ പറഞ്ഞു CBI അന്വേഷിക്കട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, CBI തന്നെ അന്വേഷിക്കട്ടെ. അങ്ങനെ CBI അന്വേഷിച്ചു. 1 വർഷം എടുത്തുള്ളൂ. അതിനകത്ത് പ്രഥമദൃഷ്ടിയ പോലും കേസില്ല എന്ന് പറഞ്ഞു എന്നെ ഒഴിവാക്കില്ല. കേസിൽ ഫ്രഞ്ചുകാർക്ക് നാട്ടിൽ പോകാൻ കോടതി അനുവാദം നൽകി. അവർ പിന്നെ മടങ്ങി വന്നില്ല. 1996 സേവ്യർ അറക്കലിൻ്റെ വിജയത്തിന് പിന്നിൽ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരുന്നൊരു സ്റ്റോറിയായിരുന്നു അത്. ഫ്രഞ്ച് ചരക്കേസ് എന്ന പേരിൽ. ആ സംഭവം വലിയ തോതിൽ അറക്കലിനെ സഹായിച്ചിട്ടുണ്ട്. KV തോമസ് പെട്ടെന്ന് വോട്ടർമാർക്ക് അനഭിമതനാവുകയും സേവ്യർ അറക്കൽ ഏറെക്കുറെ അനായാസം എന്ന് തന്നെ പറയാവുന്ന വിജയം 96 കരസ്ഥമാക്കുകയും ചെയ്തു. പക്ഷേ 96 മത്സരം നടക്കുമ്പോൾ KV തോമസ് കേസിൽ പ്രതിയായിരുന്നില്ല. പക്ഷേ എങ്കിലും ആ കേസ് ആദ്യ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിച്ചു. പായ്ക്കപ്പൽ സൂക്ഷിക്കാൻ നിവൃത്തിയില്ല എന്ന് കോസ്റ്റ് ഗാർഡ് കോടതിയെ അറിയിച്ചു. അത് കായലിൽ കിടന്ന് തുരുമ്പെടുത്തു. ഒടുവിൽ ആക്രി വിലയ്ക്ക് വിറ്റപ്പോൾ ഖജനാവിലേക്ക് എത്തിയത് 9 ലക്ഷം രൂപ. അതാണ് കേസുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടായ ലാഭം. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതിനിടയിലെ ഒരു കാര്യം, അത് ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടമല്ല, ശരിക്കും നമ്മുടെ ഈ +1 കുട്ടികൾ ജസ്റ്റിസ് ഫോർ +1 സ്റ്റുഡൻസ് ഫോർ മാത്സ് എക്സാം എന്ന് പറയുന്നു. അതിൻ്റെ കാര്യം ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം +1 വിദ്യാർത്ഥികളുടെ മാത്സ് പരീക്ഷയ്ക്ക് എന്തോ കാര്യം സംഭവിച്ചു എന്നാണ് ഒരുപാട് കുട്ടികൾ നമുക്കിങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിക്കിടയിൽ നമ്മൾ അന്വേഷിക്കാം അതിൻ്റെ കാര്യം എന്തോ നമുക്ക് പറയാം. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നു വിജയകുമാർ? കാര്യം തെരഞ്ഞെടുപ്പ് രംഗം ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ഒരു പക്ഷേ വിജയകുമാർ, എൻ്റെ ഓർമ്മയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് കളം ഇത്രയും കരുത്താർജിച്ചത് ഉണ്ടായിട്ടില്ലെന്നാണ്. സ്ഥാനാർത്ഥികൾ മിക്കവാറും പേര് രംഗത്തെത്തിയിട്ടുണ്ട്, പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. പലരും ആദ്യ റൗണ്ട് വോട്ട് ചോദിച്ച് വീടുകൾ കയ്യാലകളിൽ എഴുതി കഴിഞ്ഞു. കയ്യാല എന്നൊരു സാധനം ഉണ്ടോ എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ടായിരുന്നു. കയ്യാല ഉണ്ട്, നാട്ടുപുറത്തൊക്കെ കയ്യാല എന്ന് പറയും, നഗരത്തിൽ ഭിത്തി എന്ന് പറയും, അല്ലേ? ഭിത്തി സാഹിത്യം ഇഷ്ടം പോലെ വന്നു കഴിഞ്ഞു, ഓരോ വോട്ടും, അല്ലേ? അപ്പം നമുക്കറിയാം, നമ്മൾ ഇനി ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ബ്രേക്ക് കഴിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ടിൽ ഹോട്ട് വാർത്തയാണ്. ഹോട്ടോ, ഇത് ഹോട്ടാണ്, ഇന്നത്തെ ചൂടൻ വാർത്ത. അതെ. വിജയകുമാർ, ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇലക്ഷൻ സ്റ്റണ്ടിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുമെന്ന് പറയാമല്ലോ. എന്ത് ഉൾപ്പെടുത്തും ഇലക്ഷൻ സ്റ്റണ്ടിൽ? കാര്യം ഇലക്ഷൻ കാലത്ത് ഒന്നും അത്ഭുതമല്ല, എന്ത് കാര്യം വേണമെങ്കിലും സംഭവിക്കാം. അതിനിടയിൽ ഒരു സുഹൃത്ത് പറയുന്നത്, ജോൺ ജോസഫ് പറയുന്നത്, ആദ്യം മുമ്പ് കയ്യാല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. ഇപ്പോൾ മനസ്സിലായോ, എൻ്റെ പറമ്പിൽ ഞാൻ കയ്യാല വയ്ക്കും, ഇടിക്കും, വീണ്ടും പണിയും. മതിലങ്ങനെയല്ല, ഒരു തടസ്സമാണ്. മതിലുകളെന്ന നോവൽ വായിച്ചിട്ടില്ല SK എന്ന് ചോദിക്കും. അതൊക്കെ വായിച്ചിട്ടുണ്ട്, അതൊക്കെ പഴയ കാലമല്ലേ. ഓക്കെ വിജയകുമാർ, നമ്മൾ ഇനി ഇലക്ഷൻ സ്റ്റണ്ടില് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇന്നത്തെ ഏറ്റവും ചൂടുള്ള ഇലക്ഷൻ ഹോട്ട് ന്യൂസിലേക്കാണ് പോകുന്നത്. അതിനിടയ്ക്ക് വിജയകുമാർ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, നിങ്ങൾ സജി മാങ്കോടാണ് ഇതിന്റെ ആള്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാ. സജി മാങ്കോടിന്റെ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈകുന്നേരമായ ജംഗ്ഷനിലോട്ടൊന്ന് പോകും, മുക്കിലൊക്കെ ഒന്ന് പോവുക, നാട്ടുമ്പുറത്തൊക്കെ പറയുന്നുള്ളൂ. പക്ഷേ മുക്കിലൊക്കെ പോകാതെ മുക്കി ഇവിടെ ഇരുന്ന് എന്താണെന്നറിയാം, ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ 1 മണിക്കൂർ കാണാം എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് പരസ്യങ്ങൾ ഇങ്ങനെ കയറി വരുന്നു. ഈ മാർച്ച് 30 അവസാനിക്കാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലെ
ഇതൊക്കെ അനിവാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു കാലം ഈ ഓണം കഴിഞ്ഞതിന് ശേഷം പ്രാദേശിക മാർക്കറ്റ് കുറച്ച് അപകടം പിടിച്ചതായി പൊതുവെ ഒരു മാന്ദ്യം നമുക്ക് കേരളത്തിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ചെറുതായിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, തിരഞ്ഞെടുപ്പ് വന്നതിന് ശേഷമാണോ എന്നറിയില്ല, കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കട തുറന്ന് വെച്ചോ കുറച്ച് പരസ്യം കിട്ടുന്നു, അത് നമ്മൾ കുറേശ്ശായിട്ട് ഇടുന്നു. അപ്പോൾ നിങ്ങൾ ഈ 31 വരെ സഹിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ പിന്നെ താങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിജയകുമാർ ഇനി അടുത്തില്ലേ പറഞ്ഞതുപോലെ നമ്മൾ കടക്കുകയാണ് ചൂടുള്ള വാർത്തകളുടെ ഇലക്ഷൻ ഹോട്ടിലേക്ക്. അത് തൊട്ടാൽ പൊള്ളും. ഓക്കെ, മൈൻഡ് ഇറ്റ്. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നവരുടെ വാർത്തയ്ക്ക് പഞ്ഞമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിന് പിന്നാലെ ഒളിമ്പ്യൻ പത്മിനി തോമസും തലസ്ഥാനത്തെ മറ്റ് ചില തമ്പാനൂർ സ്വദേശികളുള്ള നേതാക്കന്മാരും ഇന്ന് BJPയിൽ ചേർന്നു. കൂടുവിട്ട് കൂടുമാറുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ആയാറാം ഗയാറാം പൊളിറ്റിക്സ്. ഗയാറാം. പലരും പാർട്ടി വിടുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം ഇങ്ങനെയാണ്: ഇത് കോരിയാൽ തീരാത്ത വെള്ളമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ കോരി തീർക്കാവുന്ന ഒരു വെള്ളമല്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. കടൽ ചുരുങ്ങുകയും നേതാക്കളുടെ മോഹങ്ങൾ നിറഞ്ഞ ആകാശം വികസിക്കുന്നതുമാണ് സമീപകാല കാഴ്ചകൾ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്നായിരുന്നു പത്മജ വേണുഗോപാലിന്റെ മോഹം. പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നത് വരെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. അതാണ് എന്റെ തീരുമാനം. പുറത്തേക്ക് ഒരു വാതിലില്ല, പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. ഇനിയിപ്പോ അഥവാ ഇത് എനിക്ക് മനസ്സ് മടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് ജീവിക്കും. അത്രേ ഉള്ളൂ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം എന്ന മോഹം നടക്കാതെ വന്നപ്പോൾ പിന്നെ BJPയെ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ എന്താ എന്നായി പത്മജയുടെ ചിന്ത. പക്ഷെ എനിക്കൊരു സമ്മാനമല്ലോ, രാത്രി മനസ്സമാനായിട്ട് ഉറങ്ങാം. ഇവരെ 10 ചീത്ത വിളിച്ചിട്ടും ഇതിലൊക്കെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ അങ്ങനെ വിങ്ങി നിൽക്കുക ഞാൻ. അപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരെയും തിരിച്ച് ഞാൻ ഇനി പറയും. വേറെ ഒന്നും ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ ആക്ഷേപിക്കില്ല കേട്ടോ. ഇവരെന്തെങ്കിലും എന്നെ പറഞ്ഞാൽ ഞാൻ എത്ര മറുപടി പറയാൻ എനിക്കറിയാം. അപ്പോൾ പണ്ടൊക്കെ എനിക്കത് പറ്റില്ല, ഓച്ചാനിച്ച് നിന്നിട്ട് പോരാനേ പറ്റുള്ളേ. അവിടെ നിന്നല്ലെങ്കിൽ അപ്പം നമ്മളെ പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം സഹിച്ച് ഞാൻ നിന്നതാണ്. പക്ഷേ മിക്ക കോൺഗ്രസ്സുകാർക്കും എൻ്റെ വിഷമങ്ങൾ അറിയാം. അതുകൊണ്ടാണ് എന്നോടുള്ള അറ്റാക്ക് കുറവെന്ന് എനിക്ക് തോന്നി. ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്, ഞാൻ ഇതിൽ കൂടുതൽ ചീത്തവിളി പ്രതീക്ഷിച്ചതാണ്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ നേരത്തെ BJPയിൽ കയറിയതിനാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി. ദേശീയ സെക്രട്ടറി, വക്താവ് സ്ഥാനങ്ങൾ വേറെയും. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് 2 മുന്നണികളും മാറി ഭരിക്കുമ്പോഴും അവർക്ക് നാട് നന്നാക്കാനോ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനോ താല്പര്യമില്ല. പക്ഷേ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ എല്ലായിടത്തും അത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കേരളത്തിലും ചെയ്തു തുടങ്ങും. അതിൻ്റെ ഒരു ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സ്ഥാനാർത്ഥിയും കേരളത്തിൽ ശ്രീ മോദിജിയെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും, അതിൽ സംശയമൊന്നുമില്ല. അനിൽ ആന്റണി BJPയിൽ ചേർന്ന കാലത്ത് കണ്ട മട്ട് നടിച്ചില്ല PC ജോർജ്. മുമ്പുണ്ടായിരുന്ന BJP സഖ്യം ഉപേക്ഷിച്ചായിരുന്നു നടപ്പ്. സംസ്ഥാനത്തെ പ്രബല മുന്നണികൾ കൈവിട്ട PC ജോർജ് BJPയെ തള്ളിപ്പറഞ്ഞ പഴയ നിലപാട് തിരുത്തി. സ്വന്തം പാർട്ടിയെ BJPയിൽ ലയിപ്പിച്ച് മോദി സ്തുതിയിൽ മുമ്പനായി. പക്ഷേ പത്തനംതിട്ട അനിൽ ആന്റണി കൊണ്ടുപോയിരുന്നു. പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നവരില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതൽ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ. പത്മജയ്ക്കും പത്മിനിക്കും മുൻപേ അനിൽ ആന്റണിക്കും ഷോൺ ജോർജിനും മുൻപേ BJPയിൽ ചേർന്നത് കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കനാണ്. അന്നോളം പറഞ്ഞതും BJP ക്ഷമിച്ചു. How many lies? Instead of calling them blunt lies, we have been calling them a word borrowed from Amit Shah ji. We have been calling them jumlas. They are not jumlas anymore. They are pure lies, lies and lies. The period which they have been ruling, aspirations are understandable in a growing economy, but you can't feed common man eternally with lies. അന്ന് ടോം വടക്കൻ ഡൽഹി അക്ബർ റോഡിലെ AICC ആസ്ഥാനത്തിന്റെ പടിയിറങ്ങി BJP ആസ്ഥാനത്തിന്റെ പടി കയറിയപ്പോൾ അതിലൊന്നും കാര്യമില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. ടോം വടക്കൻ വലിയ നേതാവല്ലെന്ന് അന്ന് പറഞ്ഞത് സാക്ഷാൽ രാഹുൽ ഗാന്ധി. वडक्कन नहीं वडक्कन बड़े लीडर नहीं है. देश में 3 मुद्दे हैं, ठीक है. सबसे जरूरी मुद्दा बेरोजगारी, नरेंद्र मोदी फेल. दूसरा मुद्दा भ्रष्टाचार, तीसरा मुद्दा किसानों का मुद्दा.
AP അബ്ദുള്ളക്കുട്ടി CPIM MP ആയിരുന്നുവെങ്കിലും BJPയിലെത്തിയത് കോൺഗ്രസ് വഴിയാണ്. ഇപ്പോൾ BJP ദേശീയ വൈസ് പ്രസിഡന്റാണ് അബ്ദുള്ളക്കുട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച C രഘുനാഥാണ് ലോക്സഭയിലേക്ക് കണ്ണൂരിൽ BJP സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവായിരുന്ന പന്തളം പ്രതാപൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് BJPയിലെത്തി അടൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കോൺഗ്രസ് നിയോഗിച്ച G രാമൻ നായർ ഇന്ന് BJP ദേശീയ കൗൺസിൽ അംഗമാണ്. വനിതാ കമ്മീഷൻ അംഗമായി കോൺഗ്രസ് നിർദ്ദേശിച്ച ഡോക്ടർ J പ്രമീളാദേവി ഇന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. PSC ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നിയോഗിച്ച ഡോക്ടർ KS രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്കും തൃപ്പൂണിത്തുറയിൽ നിന്ന് നിയമസഭയിലേക്കും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഇവർക്കൊക്കെ മുൻപ് BJPയിൽ പോയി പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നകന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ S കൃഷ്ണകുമാറും ഈ നിരയിലുണ്ട്. ഇങ്ങനെ കോൺഗ്രസുകാർ പോകുമ്പോൾ CPIM പാളയത്തിൽ നിന്നാരും പോയിട്ടില്ലേ എന്ന ചോദ്യം ഉയർന്നേക്കാം. LDF MLA ആയിരിക്കെ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിയ അൽഫോൺസ് കണ്ണന്താനം അപ്രതീക്ഷിതമായി BJPയിൽ ചേർന്ന സംഭവമുണ്ട്. മുൻ മന്ത്രി V വിശ്വനാഥ മേനോൻ 2003 എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയോടെ മത്സരിച്ചതും പിന്നീട് CPIM സഹയാത്രികനായി തുടർന്നതും ചരിത്രം. ഇപ്പോൾ ദേവികുളം മുൻ MLA S രാജേന്ദ്രനെയാണ് BJP ഉന്നമിട്ടിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, ദിനേശ് ഹരിപ്പാട് പഴയ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഗുഡ് ഈവനിങ് SKN. ഗുഡ് ഈവനിങ്. വിജയേട്ടന്റെ മേഘപാളികൾക്കിടയിലൂടെയുള്ള ഇലക്ഷൻ കമന്ററിക്കായി കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പൊ മേഘപാളി പോയോ? മേഘപാളി ഉണ്ട്. എനിക്ക് പ്രയോഗിക്കേണ്ട സമയമാവുന്നേ ഉള്ളൂ. മാത്രമല്ല വള്ളംകളി മാത്രമായിട്ടുള്ളതാണോ അതോ അല്ല, നമ്മൾ കൗണ്ടിംഗ് ഡേയിൽ പലപ്പോഴും മേഘപാളിക്കിടയിൽ ഒളിച്ചിരിക്കും. വരാൻ പോകുന്ന കൗണ്ടിംഗ് ഡേക്കായിട്ട് നമുക്കത് മാറ്റിവെക്കാം അല്ലേ? അതുപോലെ ഈ ജ്യോതിഷ് പറയുന്നു ഇലക്ഷൻ സ്റ്റണ്ടൊക്കെ കൊള്ളാം, അവസാനം നിങ്ങൾ രണ്ടാളും കൂടി ഫ്ലോറിൽ കിടന്ന് തല്ലുകൂടല്ലേ SKN. അപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട്. ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, എന്തും സംഭവിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ. മറ്റൊരു കാര്യം, നമ്മൾ ഈ കുട്ടികളുടെ കാര്യം അന്വേഷിച്ചു. അവർക്ക് ഈ വിജയകുമാർ ഈ പരീക്ഷയിൽ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവരുടെ മോഡൽ എക്സാമിന്റെ മോഡലല്ല വന്നതെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇട്ടവനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ കുട്ടികൾ പറയുന്നത്. എന്തായാലും നിങ്ങളുടെ കാര്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ അങ്ങ് അമരത്ത് വരെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. +1 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ചോളൂ. ചിലപ്പോൾ ഏതെങ്കിലും ഉന്നതരായുള്ള ആൾക്കാരെ പിടികിട്ടുകയാണെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ഒന്ന് മറുപടി പറയുക അല്ലേ? നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നാമ്പുറത്ത് വിളി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ വിജയകുമാർ, ഇനി നമ്മളെങ്ങോട്ടാ? നമ്മളിനിയും ചില പുലിവാല് പിടിച്ചവരുടെ കഥയാണ് പുലിവാല്. അത് ആരും പിടിക്കും ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആര് എപ്പോഴാണ് പുലിവാല് പിടിക്കുക എന്ന് അറിയാത്ത ഒരു ഇടമാണ് രാഷ്ട്രീയം. അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അത് കുറെ കൂടി കടുക്കുകയും ചെയ്യും. അറിയാതെ പോയി പുലിവാൽ പിടിക്കുന്നവരുമുണ്ട്, ഫുൾ ടൈം പുലിവാലുമായി നടക്കുന്നവരുമുണ്ട്. അത്തരക്കാരെ കുറിച്ചാണ് ഇനി കാണാം. പുലിവാൽ കല്യാണം. കോൺഗ്രസിൽ നിന്ന് പോയി ഇന്ന് BJP അംഗത്വം സ്വീകരിച്ചയാളാണ് തിരുവനന്തപുരം മുൻ DCC ജനറൽ സെക്രട്ടറി VN ഉദയകുമാർ. ആ ഉദയകുമാറിന് അധികം ആരും അറിയാത്ത ഒരു ചെറിയ ചരിത്രമുണ്ട്. ബൂത്ത് ഭാരവാഹി പോലും അല്ലാതിരുന്ന കാലത്ത് AICC അധ്യക്ഷയെ കോടതി കയറ്റാൻ ശ്രമിച്ചതിന് പിന്നാലെ നേതാവായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അത് കാണാം ഇനി. റയർ കേസാണ്. കോൺഗ്രസിന്റെ ബൂത്ത് ഭാരവാഹി അല്ലാതിരുന്ന കാലത്ത് നേതൃത്വത്തിനെതിരെ കോടതിയെ സമീപിച്ചയാളാണ് VN ഉദയകുമാർ. സംഘടനാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഭരണഘടനാനുസൃതമായി നടത്തണമെന്നും നിലവിൽ നടന്നത് അങ്ങനെയല്ല എന്നുമായിരുന്നു KPCC അധ്യക്ഷനെതിരായ പരാതി. AICC നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് നടപടിയെന്ന് KPCC അധ്യക്ഷൻ മറുപടി നൽകിയതോടെ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ കക്ഷി ചേർക്കേണ്ടി വന്നു. ഫെബ്രുവരി 25-ന് സോണിയാഗാന്ധിയോട് തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. വട്ടിയൂർക്കാവിൽ സീറ്റ് കച്ചവടമെന്ന ആരോപണവും നേതൃത്വത്തെ വെട്ടിലാക്കി. ഇതോടെ നേതാക്കൾ സമവായ നീക്കവുമായി എത്തി. പിന്നാലെ DCC ജനറൽ സെക്രട്ടറി പദവി. ഇതേ ഉദയകുമാറാണ് ഇന്ന് കോൺഗ്രസ് പൂർണ്ണമായും ഉപേക്ഷിച്ച BJPയിലേക്ക് എത്തിയത്. K സുരേന്ദ്രൻ ഷാളണീച്ച ഉദയകുമാറിനെ സ്വാഗതം ചെയ്തു. നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാണ്, നീ സുലൈമാനല്ല ഹനുമാനാണ്. 24 തിരുവനന്തപുരം. പ്രേക്ഷകർ പറഞ്ഞുണ്ട് വിജയകുമാർ,
തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴേ നമ്മൾ ഇത്തിരി ഫോമിലായല്ലോ എന്ന്. വേണമല്ലോ, ഫോമിലാകണമല്ലോ. വരും ഇലക്ഷൻ കാര്യങ്ങളിൽ നമ്മൾ വളരെ മുന്നിലായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കരുത്തോടെയുള്ള പിന്തുണ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊളിക്കും, അല്ലേ? ഞാൻ ഇപ്പൊ ഈ സ്റ്റോറി നമ്മൾ പുലിവാലി പിടിച്ചവരുടെ കഥ പറഞ്ഞപ്പോൾ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം, ഈ സന്ദേശം സിനിമയെ പറ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. സന്ദേശം ഒരു അരാഷ്ട്രീയ സിനിമയാണെന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അന്ന് അതിന് സത്യനന്ദിക്കാടും ശ്രീനിവാസനും ആ സിനിമ ഇറങ്ങി 25-ാം വർഷം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു ഈ സന്ദേശം ഒരു അരാഷ്ട്രീയ സിനിമയാണെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞൊരു മറുപടി, ആ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്, തിലകൻ പലവരുടെ പേര് പറയുന്നുണ്ട്, പല നേതാക്കളുടെ, അവരത് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രാഷ്ട്രീയമാണ്, നമ്മളുടെ മക്കളെ പോലുള്ളവർ കൈകാര്യം ചെയ്യുമ്പോഴാണ് മോശമാകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ ആ സ്റ്റോറി കൊടുത്ത ശേഷം പറയാൻ പറ്റിയ ഒരു മറുപടിയാണ്. രാഷ്ട്രീയം നല്ല ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഗംഭീരമാകും, മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിലാണെങ്കിൽ അത്രയും ആ നിലവാരം പ്രതീക്ഷിക്കാം. അരാഷ്ട്രീയമല്ല, എന്തായാലും സന്ദേശം പുറത്തുവിടുന്ന ചില ആശയഗതികളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു വീട്ടിൽ തന്നെ 2 പാർട്ടിക്കാർ. അപ്പോൾ ഇപ്പോൾ കെ മുരളീധരനും അതുപോലെ പത്മജ വേണുഗോപാലും നമുക്ക് ഏറ്റവും സമീപകാലത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ അനുഭവമാണ്. അവർ രണ്ടുപേരും കൂടെ പോളണ്ടിനെ കുറിച്ച് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ കാര്യമൊന്നും കേരളീയർ മറന്നിട്ടില്ല. അപ്പോൾ ശ്രീനിവാസൻ, താങ്ക്സ് നീയേട്ടാ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് കുറച്ച് മാറി തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗോതയിലേക്കാണ് പോകുന്നത്. അത് മറ്റൊരിടത്തേക്കുമല്ല, ഉത്തർപ്രദേശിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് സ്കാനിലേക്ക് അപ്പൊ നമുക്ക് ആ ഗോത നിങ്ങൾക്കൊന്ന് കാണാം. എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം അറിയാം, ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതങ്ങ് ഉത്തരദേശം തീരുമാനിക്കണം. 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ NDAയുടെ സീറ്റെണ്ണം കുറയ്ക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ്. അയോധ്യ, കാശി, മധുര മുദ്രാവാക്യം ഉയർത്തി 80-ൽ 80 സീറ്റുകളും ലക്ഷ്യമിടുകയാണ് ഇപ്പോൾ BJP. പ്രതിരോധ കോട്ട തീർക്കാൻ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണ് ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ. ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ മുഖം രാഹുൽ ഗാന്ധി അല്ല, ഇനി മത്സരിച്ചാൽ തന്നെ അത് പ്രിയങ്ക ഗാന്ധിയുമല്ല, അത് അഖിലേഷ് യാദവ് തന്നെ, സാക്ഷാൽ അഖിലേഷ് യാദവ്. ഇന്ദ്രപ്രസ്ഥത്തിലെ സിംഹാസനം ആർക്കു നൽകണമെന്ന് നിശ്ചയിക്കുന്ന ഉത്തർപ്രദേശ്, പാർലമെന്റിലെ ലോക്സഭയിൽ 80 ഇരിപ്പിടങ്ങൾ നൽകുന്ന ഏക സംസ്ഥാനം, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി BJPയുടെ തട്ടകം. കോൺഗ്രസ് ഇപ്പോൾ ക്ഷയിച്ച തറവാട് പോലെ, BSPക്കും സമാജ്വാദി പാർട്ടിക്കും ആഴത്തിൽ അടിവേരുള്ള ഇടം. ഉത്തർപ്രദേശിൽ BJPയുടെ ആത്മവിശ്വാസം അയോധ്യ രാമക്ഷേത്രമാണ്. അതിനപ്പുറത്തേക്കൊരു പ്രചാരണവാക്യം കണ്ടെത്തേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതാണ് ഉത്തരം. 2019-ൽ BJP 62 സീറ്റുകൾ, സഖ്യകക്ഷിയായ അപ്നാദൾ 2, കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ സഖ്യത്തിന് ആകെ ലഭിച്ചത് 15 സീറ്റ്. റായ്ബറേലിയിലെ സോണിയാഗാന്ധിയുടെ വിജയമാണ് കോൺഗ്രസിന് സംസ്ഥാനത്ത് 1 സീറ്റ് നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ പരാജയം BJP ഇന്നും കൊട്ടിഘോഷിക്കുന്നുണ്ട്. വാരാണസിയിൽ നരേന്ദ്രമോദിയല്ലാതെ മറ്റാരെയും പരീക്ഷിക്കാൻ BJP തയ്യാറല്ല. അമേഠിയിൽ സ്മൃതി ഇറാനിയും ലക്നൌവിൽ രാജ്നാഥ് സിംഗും ഇത്തവണയും ജനവിധി തേടും. ഈ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് നിർണായക മേഖലയാണ്. പ്രതിപക്ഷത്തോടൊപ്പമുണ്ടായിരുന്ന RLD ഇന്ന് BJPക്കൊപ്പമാണ്. കർഷക സമരത്തിൽ ഇളകി നിൽക്കുന്ന ജാട്ട് വോട്ടുകൾ ഒപ്പം നിർത്താനാണ് RLDയുമായുള്ള BJPയുടെ കൂട്ടുകെട്ട്. പാർട്ടി പോയെങ്കിലും വോട്ട് ഒപ്പം പോകുമോ എന്ന് ഇനിയും അറിയാനുണ്ട്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ കർഷക പ്രക്ഷോഭം BJPക്ക് തലവേദനയാണ്. കർഷകരെ അനുനയിപ്പിക്കാനാണ് RLDയുമായുള്ള കൂട്ടുകെട്ട്. ലോക്ദൾ നേതാവ് ചൗധരി ചരൺ സിംഗിന് ഭാരത് രത്ന നൽകിയതും BJPയുടെ മറ്റൊരു തന്ത്രം. ഗുസ്തി സമര പശ്ചാത്തലത്തിൽ ബ്രിജ്ഭൂഷണെ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയേക്കും. 2018-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട SP കോൺഗ്രസ് സഖ്യം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പരീക്ഷിക്കപ്പെടുകയാണ്. 17 ഇടങ്ങളിൽ കോൺഗ്രസ്, SP-യും മറ്റു പാർട്ടികളും ചേർന്ന് 63 ഇടങ്ങളിൽ. BSP ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും ഇന്ത്യ മുന്നണിക്ക് ഭീഷണിയാണ്. സംഘടനാ തലത്തിൽ തകർന്ന കോൺഗ്രസിന് തിരിച്ചുവരവ് അതികഠിനമാണ്. സമാജ്വാദി പാർട്ടിക്കും BSPക്കും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. ഇന്ത്യ മുന്നണി കൊടുങ്കാറ്റാകുമോ ഇളം കാറ്റാകുമോ എന്ന് ഉത്തർപ്രദേശ് തീരുമാനിക്കും. R. അച്യുതൻ, 24, ഡൽഹി. വിജയകുമാർ,
നമ്മൾ ഇത്തിരി കടുപ്പിക്കാൻ പോവാ. താങ്ങാനുള്ള കരുത്ത് സംഭരിച്ചോളൂ. 10,000 പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഞാൻ ഉണ്ണും എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങളെ കേട്ടിട്ടില്ലേ? കേൾക്കാത്തവര് കേട്ടവരോട് ചോദിച്ച് മനസ്സിലാക്കാം ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഇപ്പൊ കേട്ടോണം. മേലനങ്ങാതെ കഴിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 10,000 പെറും ചക്കി കുത്തും. അപ്പൊ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. അത് തമിഴകത്ത് നിന്നാണ് അത് വരുന്നത്. പാർലമെന്റ് മോഹവുമായി ടിക്കറ്റിന് കാത്തു നിൽക്കുന്നവരിൽ പ്രമുഖരുടെ മക്കളുണ്ട്. ചെറുതും വലുതുമായ നേതാക്കളുടെ മക്കളും ഭാര്യമാരും ഒക്കെയായി 50-ലധികം ആളുകൾ സീറ്റ് മോഹവുമായി രംഗത്തുണ്ട്. പക്ഷേ സിറ്റിംഗ് എം പിമാരും പുതിയ അപേക്ഷകരും അടക്കം മക്കൾ പട്ടികയിലെ പ്രമുഖരുടെ എണ്ണം നിലവിൽ ഇപ്പോൾ 13 ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറെയും ഭരണകക്ഷി മുന്നണിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സീറ്റുറപ്പിച്ച പ്രമുഖരുടെ പട്ടികയിൽ സിറ്റിംഗ് എം പിമാർ 4 പേരുണ്ട്. കരുണാനിധിയുടെ മകൾ സിറ്റിംഗ് എം പി കനിമൊഴി കരുണാനിധിയാണ് ലിസ്റ്റിൽ 1-ാം പേരുകാരി. DMK-യുടെ മുതിർന്ന നേതാവ് മുരശുലിമാരന്റെ മകൻ മുൻ കേന്ദ്രമന്ത്രി ദയാനിധിമാരനും എം കരുണാനിധിയുടെ മകൾ കനിമൊഴിയും ഇത്തവണയും മത്സരത്തിനുണ്ടാകും എന്നുറപ്പിച്ചിട്ടുണ്ട്. MDMK നേതാവ് വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോ ട്രിച്ചി, ഈറോഡ് സീറ്റുകളിലൊന്നിൽ നോട്ടമിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം ശിവഗംഗയിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. കോൺഗ്രസ് സീറ്റിനായി ക്യൂവിലുള്ള വിജയ് വസന്ത് മുൻ മന്ത്രി H. വസന്തകുമാറിന്റെ മകനാണ്. മുൻ തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കൃഷ്ണസ്വാമിയുടെ മകൻ വിഷ്ണു പ്രസാദ് ആറണി സീറ്റിന് കാത്തുനിൽക്കുകയാണ്. അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് സുപ്രീം കോടതി ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞ മുൻ സംസ്ഥാന മന്ത്രി K. പൊന്മുടിയുടെ മകൻ ഗൗതം ശിഖാമണിയും അപേക്ഷകനാണ്. DMK ലിസ്റ്റ് വരുമ്പോൾ മകന് കള്ളക്കുറിച്ചി മണ്ഡലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊന്മുടി കുടുംബം. സംസ്ഥാന മന്ത്രിയും DMK ജനറൽ സെക്രട്ടറിയുമായ ദുരൈ മുരുകന്റെ മകൻ കതിർ ആനന്ദ് വെല്ലൂർ സീറ്റിലേക്കുള്ള അപേക്ഷകനാണ്. നഗര കേന്ദ്രീകൃത മണ്ഡലമായ ചെന്നൈ നോർത്ത് സീറ്റിൽ കണ്ണുള്ള കലാനിധി വീരസ്വാമി മുൻമന്ത്രി DMK നേതാവ് ആർക്കോട് വീരസ്വാമിയുടെ മകനാണ്. കനിമൊഴിയെ കൂടാതെ പട്ടികയിലുള്ള വനിത തമിഴിച്ചി മുൻ DMK MLA AV തങ്കപാണ്ഡ്യന്റെ മകളാണ്. ചെന്നൈ സൗത്ത് എന്ന സുപ്രധാന മണ്ഡലത്തിലെ അപേക്ഷകയാണ് തമിഴിച്ചി തങ്കപാണ്ഡ്യൻ. സംസ്ഥാന മന്ത്രി R. ഗാന്ധിയുടെ മകൻ വിനോദ് ഗാന്ധി ആർക്കോണത്തും സ്പീക്കർ M. അപ്പാവുവിന്റെ മകൻ അലക്സ് അപ്പാവു തിരുനെൽവേലിയിലും അപേക്ഷ നൽകി MK സ്റ്റാലിൻ നടത്തിയ അഭിമുഖ പരീക്ഷയും കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും DMK നയിക്കുന്ന ഭരണകക്ഷിയുടെ കാര്യം. അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റക്കഴകത്തിലെ മുൻ മന്ത്രി ജയകുമാറിന്റെ മകൻ J. ജയവർദ്ധൻ ചെന്നൈ സൗത്തിൽ മത്സരിക്കും എന്നുറപ്പിച്ചു. അതായത് തമിഴിച്ചി തങ്കപാണ്ഡ്യന്റെ സ്ഥാനാർത്ഥിത്വം DMK ഉറപ്പിച്ചാൽ ചെന്നൈ സൗത്തിൽ മക്കൾ പോരാട്ടം നടക്കും. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ കുറച്ച് ഈ +1 വിദ്യാർത്ഥികൾ ഒരു പരാതി പറഞ്ഞു. ഇന്നത്തെ പരീക്ഷയ്ക്ക് അവർക്ക് ടഫായ ചോദ്യമായിരുന്നു. മാത്രമല്ല മോഡൽ എക്സാമിൽ വന്ന മോഡലല്ല ഇന്ന് പരീക്ഷയിൽ കണ്ടത്. പരീക്ഷയ്ക്ക് ചോദ്യമിട്ട ആൾക്കാർ അവരെ പിടിച്ച് കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പുമായി നമ്മൾ ബന്ധപ്പെടാം എന്ന് പറഞ്ഞു. അതിൻ്റെ അമരത്തുള്ള ആളിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മന്ത്രി V. ശിവൻകുട്ടി നമുക്കിപ്പോൾ ഇപ്പോൾ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം മിനിസ്റ്ററെ. മിനിസ്റ്ററെ, കുട്ടികൾ വളരെ വിഷമം പറയുന്നുണ്ട്. അവരുടെ പരീക്ഷ വളരെ ടഫായി പോയി, അത് വലിയ ചതിയായി പോയി എന്നൊക്കെയാണ് പറയുന്നത്. മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് മിനിസ്റ്റർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അങ്ങ് ഇതിൽ ഇടപെട്ടതിൽ ആദ്യമായി നന്ദി. രണ്ടാമത്തെ കാര്യം ശ്രീനായർ, ഇത് നമ്മൾ ഈ ഒരു ചോദ്യം ഉണ്ടാക്കുന്നതിന് ഒരു പ്രോസസ് ഉണ്ട്, നടപടിക്രമമുണ്ട്. അതിൽ ചോദ്യം ഉണ്ടാക്കുന്ന നടപടിക്രമത്തിൽ മന്ത്രിയോ അല്ലെങ്കിൽ വേറെ അതിൽ പങ്കെടുക്കുന്നവർ മാത്രമേ ഇടപെടാറുള്ളൂ. ഇതൊരു ഒരാഴ്ച 3-4 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് നടത്തിയിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോദ്യം കുട്ടികളെ പഠിപ്പിച്ച ഭാഗത്തു നിന്ന് മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സെറ്റ് ചോദ്യം അല്ല ഉണ്ടാക്കുന്നത്, 3-4 സെറ്റ് ചോദ്യം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ വെച്ചൊരു നടപടിക്രമമുണ്ട്. അപ്പൊ ഇന്നിപ്പോ തന്നെ അങ്ങനെ എന്റെ ശ്രദ്ധയപ്പെടുത്തി. പിന്നെ ഈ ഇതുവരെ നടന്ന എല്ലാ പരീക്ഷയും കുട്ടികൾക്ക് വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ എന്താ അതിലുണ്ടായെന്ന് സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പരിശോധിക്കാം. അതിൽ ഞാൻ ഇപ്പം എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യമായതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കൊരു ആൻസർ പറയാൻ പറ്റുള്ളൂ. എന്തായാലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ കുട്ടികൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ആനുകൂല്യം ഗവൺമെന്റിന് ഇത് കിട്ടുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം.
ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും മിനിസ്റ്റർ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാര്യം കുട്ടികൾ ഒരുപാട് പേര് ഇങ്ങനെ യൂട്യൂബിലൂടെ നമുക്കിങ്ങനെ ലൈവ് പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടാണ് അങ്ങ് ഫ്രാൻറ്റിക്കായിട്ട് നമ്മൾ വിളിച്ചത്. അങ്ങ് ഇതിൽ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞതിലും പ്രതികരിച്ചതിലും വളരെ നന്ദി. താങ്ക് യു ശ്രീ വി ശിവൻകുട്ടി. അപ്പോൾ മിനിസ്റ്റർ എന്തായാലും കാര്യം പറഞ്ഞു. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് മിനിസ്റ്റർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ ടഫായി, പാടായി, പ്രയാസമായി എങ്കിൽ ഗവൺമെൻറ് അത് പരിശോധിക്കും. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ നിരാശപ്പെടേണ്ട, ഗവൺമെന്റിൽ നല്ലത് പ്രതീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇലക്ഷൻ സ്റ്റണ്ട് അടുത്ത സെഗ്മെന്റ് അത് പൊളിക്കും. അത് പൊളിച്ചോ? മിനിസ്റ്ററുടെ കാര്യം പൊളിച്ചോ? അതും പൊളിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഇനി പൊളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് എത്തിയാൽ പിന്നെ വാഗ്ദാനങ്ങളുടെ പേര് മഴയാണ്. എന്നാൽ വാഗ്ദാനവുമായി ജനങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ അവസരം കിട്ടിയ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഒരു കാര്യം പറഞ്ഞു, അത് നടപ്പിലാക്കിയില്ലയോ എന്നുള്ളത്. അതെ. 2 സർക്കാരുകൾ വക പുതിയ ഇനം അരി ജനങ്ങൾക്കായി കാഴ്ചവെച്ച ഒരു ചടങ്ങിലേക്ക് നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാണാം. പലതരം പേരുകളിലുള്ള അരികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2 സർക്കാരുകളുടെയും സഹായം കൊണ്ട് പുതിയ 2 അരികൾ കൂടെ കഴിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. 2 കെ അരികൾ. ഒന്ന് കേന്ദ്രത്തിൻ്റെ വക ഭാരത് റൈസ്, മറ്റൊന്ന് കേരളത്തിൻ്റെ കെ അരി എന്ന് ഓമന പേരുള്ള ശബരി കെ റൈസ്. നിലവിലുള്ള അരിയെല്ലാം യഥേഷ്ടം വാങ്ങിക്കഴിക്കാനുള്ള വകയെല്ലാം ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്തിട്ടാണോ പുതിയ പേരുകളിലുള്ള അരികൾ ഇറക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ചോദിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. സംഗതിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് തൃശ്ശൂരാണ്. കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോയേട്ടാ. നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. ഈ കണ്ടോ, കൊല്ലം നമ്മള് പൊളിക്കും. ഇത് കഴിഞ്ഞ കൊല്ലം ജോയേട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതാ. 1 രൂപയുടെ ലാഭം കിട്ടിയ കടലിൽ ചടന്ന ടീംസാണ് നമ്മുടെ നാട്ടുകാര്. അവരിതിൽ വീഴും. അപ്പൊ കാശ് മാത്രല്ല, ഇതിനകത്ത് സോഷ്യൽ സർവീസും ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു ഇമേജ് നമ്മൾ പുറത്തു വിടാവുള്ളൂ. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ, അങ്ങോട്ട് കൂടി അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ. ഒന്ന് മാറിയതേട്ടാ, ജോസിന് ഇച്ചിരി കാറ്റ് കൊള്ളട്ടെ. അറിയിച്ചായിരുന്നോ? ഞാനിതെങ്ങനെ പ്രസിഡന്റിനോട് പറയുന്നു? ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എന്നാങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ് ജോസേ. അങ്ങനെ തൃശ്ശൂരിലെ അരി കഴിച്ചിട്ടാണോ അരി വിതരണം കണ്ടിട്ടാണോ എന്നറിയില്ല, അരി വിതരണത്തിന് ഒരുങ്ങുകയാണ് മറ്റു പലരും. നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നേതാവ് കുയ്യാലി വക നിഷ്പക്ഷ ജനസേവാ പദ്ധതി എന്ന പേര് സംഭവം കയറി കൊളുത്തിയ കുറച്ച് മാവും തയ്യും തെങ്ങും തയ്യൊക്കെ കൊടുത്ത് ഇതിനൊരു തുടർച്ച ഉണ്ടാക്കണം. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. കെ പദ്ധതികൾ കൊണ്ട് തട്ടിമുട്ടിയിട്ട് നടക്കാൻ കഴിയാത്ത ഒരാൾ കെ വിമർശനവുമായി എത്തി. കെ ഫോണും കെ റൈസും കെ റെയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ്. അക്രമായാലോ? കിട്ടാത്ത റൈസ് പറയട്ടെ, കേസ് കൊടുത്തിട്ടുണ്ട് പേരില്. കെ ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ, ഫ്രോഡ്. കെ റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റൈസ്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായനക്കി. കെ റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയില്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാ ചുമ്മാ അടിച്ചിറക്കുന്നല്ലേ. വിജയകുമാർ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അത് പൊളിച്ച് അതല്ല ഭാരത റൈസും കെ റൈസും അല്ലെ, അതിന്റെ ഇലക്ഷൻ സ്റ്റണ്ട്. ഈ 2 റൈസ് തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടും അല്ലേ? ഈ റൈസ് തമ്മിൽ ഏറ്റുമുട്ടിക്കോട്ടെ, സാധാരണക്കാരൻ അരി കിട്ടുമല്ലോ. ഇതൊരു അരി രാഷ്ട്രീയമാണല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, നല്ലതാണെന്ന് തോന്നുന്നു. പ്രശ്നമാണല്ലോ യഥാർത്ഥ പ്രശ്നം. ഇനിയിപ്പോ എങ്ങോട്ടാ വിജയകുമാർ? നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, ആ സമയത്ത് സാധാരണ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നവർ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് കുറെ കൂടി കടുപ്പിക്കും. ഞാൻ കേട്ടിട്ടുള്ളത് R ബാലകൃഷ്ണന്റെ പ്രസംഗം. ഓരോ വാചകത്തിലും അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് അതിങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു, ഒരു ദിവസം ചോദിച്ചു, ബാലകൃഷ്ണ സാർ എന്തിനാ ഇത്രയും രാജ്യത്ത് ഇടും ആൾക്കാരെ ഒന്ന് ഇളക്കണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചത്. പണ്ട് MVRന്റെ ഒരു പ്രസംഗം എനിക്ക് മഴയാണെങ്കിൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ പോവില്ല എന്നൊരു കഥയുണ്ടായിരുന്നു. പണ്ട് മഴക്കാലം ഒക്കെ ആണെങ്കിൽ, മഴയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോവില്ല. അന്ന് MVR പറഞ്ഞു, മഴയല്ല ഏത് പേമാരിയാണെങ്കിലും ഞങ്ങൾ UDF-കാർ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്ന 90കളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കവലപ്രസംഗം നടത്തുന്നവർക്ക് ബഹുമാനം കിട്ടുന്ന ഏക സമയമാണ് തെരഞ്ഞെടുപ്പ് കാലം. ഇത് നമ്മൾ പോകുന്നു കവലപ്രസംഗത്തിലേക്ക്. അതെ. ഇന്നത്തെ കവലപ്രസംഗത്തിന് വരുന്നത് മന്ത്രി KB ഗണേഷ് കുമാറാണ്. തട്ടുകട ചൂണ്ടിക്കാണിച്ച വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കുന്ന ആളെ അറിയുമോ?
അങ്ങനെ ഒരാളെ കുറിച്ച് മാത്രമല്ല മറ്റ് ചിലത് കൂടി ഇന്നത്തെ കവലപ്രസംഗത്തിൽ മന്ത്രി വെച്ച് കാച്ചിയിട്ടുണ്ട്. അത് നമുക്ക് കേട്ടറിയാം കവലപ്രസംഗം. 20 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഇതിനറിയാമോ? ആ 20 മതി അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ആ 20 എന്ന് പറഞ്ഞാൽ ചാക്കി കയറുന്ന 20 അല്ല എന്ന് നിങ്ങൾ ഓർത്തോണ്ട്. കോൺഗ്രസ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ഇപ്പൊ ഹിമാചൽ പ്രദേശ് കണ്ടോണ്ടിരിക്കുന്നു കുറച്ച് ദിവസം. ഇപ്പോഴെ തൽക്കാലം കിട്ടിയാലേ ഉള്ളതുകൊണ്ട് കിട്ടുന്നതിന് മുമ്പേ ഒരു 100-150 ചാക്കും ഇവരെ കടത്തിക്കൊണ്ടുപോയി താമസിക്കാൻ എവിടെങ്കിലും ഒരു റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. റിസോർട്ട് റെഡിയാവണം. അടുത്ത സംസ്ഥാനത്ത് വിമാനത്തിൽ ഒരു 100 ടിക്കറ്റ്. ഞാനത് ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് 99 MLA-മാരുണ്ട്. ഒരുത്തനെ ഒന്ന് ചലിപ്പിക്കാമോ? ഞാനും പ്രശാന്തും അടക്കം MLA-മാരാ ഞങ്ങളിൽ ഒരാളെ ഒന്ന് ചലിപ്പിക്കാമോ? ഭീഷണിക്ക് വഴങ്ങൂല, പണത്തിന് വഴങ്ങൂല, അധികാരത്തിന് വഴങ്ങൂല. ഒറ്റക്കെട്ടായി ഞങ്ങൾ നിൽക്കും. അതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ എല്ലാവരും പോവില്ലോ. ഇന്ന് തിരുവനന്തപുരത്തൊന്നും പോയി. വിജയകുമാർ, ഇന്ന് ഇത്രയും മതിയെന്ന് തോന്നുന്നു. പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലേ? അപ്പോ ഇനി ഇലക്ഷൻ സ്റ്റണ്ടുമായിട്ട് നമുക്ക് നാളെ ഇതേ സമയം രാത്രി 7 മണിക്ക് കാണാം.